അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. ഇന്ന് നമ്മളെ കൂടെ ഉള്ളതെന്ന് പറയുന്നത് ഈ ലാൻഡ്സ്കേപ്പ് എന്ന ഫീൽഡിൽ തോന എക്സ്പീരിയൻസ് ഉള്ള ഷുഹൈബ് റഹ്മാൻ എന്ന ബഡാബായിയാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ ഷുഹൈബ് ഇപ്പോൾ ഒരു വലിയൊരു പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യാണ്. അപ്പോൾ അത്രയും ചെടികളും ഇതിൽ ഷുഹൈബ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെതായ പ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഷുഹൈബ് എങ്ങനെയാണ് ഇപ്പോഴും വെക്കുന്നത് ഞങ്ങൾക്കൊരു മായാജാലമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഷുഹൈബ്, ഇതിനോട് താങ്കൾക്ക് പറയാനെന്താ? ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ എക്സ്പീരിയൻസ് എടുത്തത്? ഇതിനെക്കുറിച്ചിട്ട് പറടാ. എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസ് നിങ്ങൾ മുതലാക്കി എടുത്തത്? സൗദിയിലെ ഒരു ഇന്റീരിയർ ഡിസൈനർ ഓഫീസിൽ ഉണ്ടായിരുന്ന ഷുഹൈബ് അവിടുന്ന് എല്ലാം മതിയാക്കി വന്നിട്ട് ഇവിടെ ഒരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് ആകാനുള്ള കാരണം എന്താ? അതിനെ ഉൾക്കൊണ്ട് പ്രചോദനം എന്തായിരുന്നു നിങ്ങൾക്ക്? അപ്പോൾ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഒരുപാട് കരിഞ്ഞ ചെടികളും നൗഫലിന് ഞാൻ സമയം തരാം. പറ്റില്ല നൗഫല്, ഞാൻ തരാം. നൗഫലിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഷുഹൈബ് ഇപ്പൊ പറയൂ. അതന്നെ, ഞാൻ അങ്ങ് കുവൈത്തിലായ ടൈമില് കുറെ കരിഞ്ഞ ചെടികൾ മാത്രം ഞാൻ അവിടെ കണ്ടു. ഓക്കെ. അപ്പോൾ അതിന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് വേണമെന്നുള്ളത് തോന്നി. ഇപ്പൊ അവിടെ തന്നെ നമ്മൾ ചെയ്യും. അപ്പോഴല്ല അവിടെയാണ് ഇനി നോക്കുന്നത് അല്ലേ? ഫ്യൂച്ചർ അവിടത്തേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിന്റെ മാർക്കറ്റിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് ഇത് ഇവിടെ ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് ഫിനാൻഷ്യലി വരുമാനം ഉണ്ടാവുമെന്നും എന്റെ ക്രിയേറ്റീവ് വളർത്താൻ പറ്റുമെന്ന് എങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്? അതായത് ഫിനാൻഷ്യലിന്റെ അപ്പുറം ഒരു പാഷനായിട്ട് കണ്ടില്ല. ഫസ്റ്റ് ടൈമിലൊക്കെ പറഞ്ഞാല് നമ്മള് കുറെ, അതായത് ഫസ്റ്റ് ടൈമില് ഞാൻ കുറെ CV അയച്ചിട്ടുണ്ടായിരുന്നു. ആ CV അയച്ചിട്ട് എന്ത് ജോബ് ബേസിസ്? ലാൻഡ്സ്കേപ്പ് ആയിട്ടാണോ അതോ ഇന്റീരിയർ ആയിട്ടാണോ? ഇന്റീരിയർ ആയിട്ട് CV അയച്ചിട്ടുണ്ട് കുറെ ഫേമിക്ക്. പക്ഷെ ആ ഫേമിന്റെ ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് വരെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അത്രക്കും ഐക്കോണിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ? സോ ഫാന്റാസ്റ്റിക്. സോ ഇനിയിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് ഇനി എന്താണ് ഷുഹൈബ് മനസ്സിൽ കാണുന്നത്? ഈ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും മനസ്സിൽ കാണുന്നുണ്ടോ? അതായത് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചറിന് പുറമെ നമ്മളൊരു എന്താണ് നൗഫലെ, സസ്റ്റൈനബിൾ ആർക്കിടെക്ചറാണ്. സസ്റ്റൈനബിൾ ആർക്കിടെക്ചറാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് നല്ലൊരു ചിന്തയാണ്. ഇനി ഞാൻ നൗഫലിലോട്ടേക്ക് വരാം. വർക്കിംഗ് ഡ്രോയിങ്ങുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന നൗഫൽ പൊട്ടേക്കാടൻ സൈറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നൗഫലിന്റെ അത്ര വിവരം വേറൊരാൾക്കുമില്ല എന്നാണ് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറയുന്നത്. ഇതിനെക്കുറിച്ച് നൗഫലിന്റെ ഒരു അഭിപ്രായം എന്താണ്? നൗഫലിന് എങ്ങനെയാണ് ഇത്രയും വാനോളം പേരുകൾ നൗഫലിന് വന്നത്? തീർത്തും തെറ്റായൊരു ഒരിക്കലില്ല. ആ ഒരു എളിമത്വം എങ്ങനെയാണ് ഇപ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്നത് നൗഫലിന്? ശരിക്കും എനിക്ക് ഇപ്പോഴും സൈറ്റില് കുറെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും കണ്ട് തെറ്റാണ് നമുക്ക് അറിഞ്ഞ സംഭവം നമ്മൾ ബാക്കിയുള്ള സൈറ്റില് ക്ലിയർ ചെയ്യുള്ളൂ. ശരിക്കുള്ളതാണ് തെറ്റാണെന്ന് അറിഞ്ഞാല് പിന്നെ പെട്ടെന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ പോയി കണ്ട് നോക്കുക ആ ഒരു തെറ്റ് ഇവിടെയും ആവർത്തിച്ചിട്ടുണ്ടോന്നാണ്. അപ്പൊ ആ തെറ്റുകളിൽ നിന്ന് കൂടെയാണ് നൗഫല് വളർന്നിരിക്കുന്നത് അല്ലെ? അതൊരു പാഠമാക്കി എടുത്ത് അടുത്ത സൈറ്റിൽ അത് വരാതിരിക്കുക, അങ്ങനെ മനസ്സിലാക്കി നൗഫല് സൈറ്റ് വിസിറ്റിലെ ഏറ്റവും ആര് നോക്കിക്കഴിഞ്ഞാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും 3 ഷെയ്ഡിൽ എവിടെ പോയാലും സൈറ്റ് വിസിറ്റിൽ നൗഫല് കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളത്. വർക്കിംഗ് ഡ്രോയിങ്ങിലെ രാജാവ് എന്നറിയപ്പെടുന്നത് എങ്ങനെ? മാത്രം അറിയാവുന്ന എനിക്ക് പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ. അല്ല, താങ്കളുടെ ശൈലി എന്ന് പറയുന്നത് വർക്കിംഗ് ഡ്രോയിങ്ങിൽ എന്ന് പറയുന്നത് അപാരമാണ്, തൃക്കണ്ണനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ. കാരണം വേറെ ആരും കാണാത്ത സാധനങ്ങൾ നൗഫൽ ഇതിലൂടെ കണ്ടിട്ട് അത് സോൾവ് ആക്കിയിട്ടുണ്ട് എന്ന് കുറെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാനുള്ള ഒബ്സർവേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നൗഫൽ ഉണ്ടായിരുന്നത്? ഇതില് പറ. അങ്ങനെ ചോദിച്ചാൽ അതിന്റെ അത് ഇങ്ങനെ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാണ്. അതില് പ്രത്യേകിച്ച് ഒരു ഇല്ല.
വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ വർക്കിന്റെ പോസിബിലിറ്റീസ് കാര്യങ്ങൾ നോക്കുമ്പോൾ മേ ബി കറക്ഷൻസ് ഉണ്ടാവും. ആ കറക്ഷൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും, അതിന് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത്രതന്നെയാണ് അതിൽ ഞാൻ കാണുന്നത്. ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നൗഫൽ ഒരു സൈറ്റിൽ പോകുമ്പോൾ എന്താണ് ആദ്യം ശ്രദ്ധിക്കാറ്? അല്ല, പൊതുവെ നൗഫൽ എങ്ങനെയാണ് ഒരു സൈറ്റിനെ പോകുമ്പോൾ ആദ്യമായിട്ട് ചെക്ക് ലിസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവാറുണ്ടോ, അതോ അവിടെ എത്തിയിട്ടാണോ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാറ്, അതോ അതല്ലാണ്ട് നൗഫലിന് ഓൾറെഡി ഒരു സംഭവം ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോ ഒരു സ്റ്റേജ് സൈറ്റിലേക്ക് പോകുന്നുണ്ട്, ആ സ്റ്റേജിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവും. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ആ സൈറ്റിൽ നമ്മളെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട ഡ്രോയിങ്സ് കൊടുക്കണ്ടാവും. അപ്പം നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്തെല്ലാം ആവശ്യമുണ്ട് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ സൈറ്റിലേക്ക് പോകും. അപ്പോൾ അത് ക്ലിയർ ആയിക്കാണ് നമ്മൾ നോട്ട് ചെയ്യും. നെക്സ്റ്റ് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യാണ്ടെന്നുള്ള രൂപത്തിൽ അതിന് നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് ആയിക്കാണ്ട് എന്തെങ്കിലും സൈറ്റിൽ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കും. അതാണ് മെയിൻലി ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഒരു പുതിയൊരു സൈറ്റിലേക്ക് നിങ്ങൾ കാണുന്നതാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ തീർത്തും പുതിയ രൂപത്തിൽ തന്നെ പോവാ, ഫുൾ ബ്ലാങ്ക് ആയി തന്നെ പോവാം, പുതിയ സൈറ്റിൽ പോകും. അല്ല, അതന്നെ, അത് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു പുതിയ സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ മെയിൻലി നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരു ഡിസൈന് വേണ്ടിയിട്ട്? ആ സൈറ്റിൽ എത്തിയതിന് ശേഷം മാത്രമേ അതിൽ നമ്മൾ പിന്നെ എക്സ്പാൻഡ് ചെയ്യില്ല, നമ്മൾ മൈൻഡ് ആയാലും. കാരണം ആ സൈറ്റിൽ എത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരാൾ പറഞ്ഞത് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു സൈറ്റിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. സൈറ്റിൽ വന്ന് സൈറ്റിൽ ഇരുന്ന് സൈറ്റ് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഡിസൈനിലേക്ക് പോകുള്ളൂ. ഡിസൈന് മാത്രമല്ല, നമ്മൾ എന്ത് ഇതിലേക്ക് പോകണമെങ്കിൽ സൈറ്റ് കണ്ടതിന് ശേഷം മാത്രമേ പോകുള്ളൂ. ഓക്കെ, അങ്ങനെയാണല്ലേ. അപ്പോൾ നൗഫൽ ഇതുവരെയായിട്ട് എത്ര വർക്ക്സ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ടോട്ടലി? നിങ്ങൾ ചോദിച്ചാൽ എത്ര നൗഫലിൻ്റെതായിട്ട് തോന്നുന്ന ബലം എന്താണ്, അതേപോലെ തന്നെ കുറവുകൾ എന്താണ് നൗഫലിനെ തോന്നിയിട്ട്? ഈ ആർക്കിടെക്ചർ ഫീൽഡാട്ടോ, ഞാൻ ഫുള്ളി വർക്ക് ഫീൽഡാണ്. ബലവും എന്റെ കുറവും എന്താണെന്നറിയോ? ഞാൻ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാൻ നെഗറ്റീവ്, അതാണ് എന്റെ ബലവും എന്റെ പോരായ്മ. അത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് നൗഫൽ വരുന്നുണ്ട്, നെഗറ്റീവ് നൗഫൽ വരുന്നുണ്ട്. അത് പക്ഷെ അത് നല്ലതിനായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അത് നല്ലതിനായിട്ട് മനസ്സിലാക്കിയിരുന്നു, പറയുന്നതിൽ കാര്യമുണ്ട്. അല്ല, എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു സൈറ്റ് പോയാലും ഫസ്റ്റ് തന്നെ നെഗറ്റീവ് ആയി കണ്ട നെഗറ്റീവ് എന്താന്ന് ഞാൻ ഫസ്റ്റ് എന്താന്ന് ഉദ്ദേശിച്ചത്. എനിക്കൊരു ഇതായി ഞാനിപ്പോ വേറെ ഒരാൾ പ്രൊജക്ട് കയറിയാലും ഫസ്റ്റ് ഞാൻ നെഗറ്റീവ് നോക്കാം. ഹലോ, അപ്പൊ വീക്ക്നെസ് എന്ന് പറയുന്നത് വീക്ക്നെസ് അതന്നെ. അല്ല, അത് വീക്ക്നെസ് അല്ല ആക്ച്വലി. അത് ഫസ്റ്റ് നിങ്ങളൊരു നെഗറ്റീവ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് തിരുത്താൻ അത് ആക്ച്വലി നല്ലതാണ് ആക്ച്വലി. അല്ല, അത് നമ്മളിപ്പോ വേറൊരാളെ സൈറ്റ് പോയാൽ നല്ല തിരക്കില്ല കോയമ്പത്തൂരത്തെ ഡ്രോയിങ്സ് കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യാൻ പക്ഷെ അത് ഓൾമോസ്റ്റ് വീക്ക്നെസ് ആണ്. കാരണം നമ്മളിപ്പോ നമ്മളെ ഓൺ പ്രൊജക്റ്റില് നെഗറ്റീവ് കണ്ടാൽ ആ പ്രൊജക്ട് കഴിയുന്നത് വരെ ആ ഒരു അവിടെ അങ്ങനെ ആയല്ലോ ഇതൊന്നും രൂപം ഇങ്ങനെ മനസ്സിനുള്ളുണ്ട്, അത് ഒന്ന് റെഡിയാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഓൾമോസ്റ്റ് ആർക്കിടെക്ട്സും മെയിൻലി ഫോക്കസ്ഡ് ആകുന്നത് നെഗറ്റീവ്സിൽ തന്നെയാണ്. അതായത് ഫസ്റ്റ് ഒരു സൈറ്റ് നമ്മൾ കൂടുതലും നമ്മളിപ്പോൾ നമ്മൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ ഇത് പ്രശ്നമുണ്ടല്ലേ, നമ്മളൊരു പ്ലാൻ ഉണ്ട് കഴിഞ്ഞാൽ ഇത് പ്രശ്നമുണ്ടല്ലോ, ബാക്കിയൊക്കെ ഓക്കെ, ഫസ്റ്റ് നമ്മൾ അതിലല്ലേ കാണുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ മൈൻഡ് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു? മേ ബി നമ്മൾ ആർക്കിടെക്ട്സിന് അങ്ങനെ ഫസ്റ്റ് ഓക്കെ നെഗറ്റീവ് കണ്ടിട്ട് ഗുഡ് ആസ്പെക്ട്സ് പറയാന്നുള്ളത് എന്തുകൊണ്ടായിരിക്കാം? തിങ്കിങ് പോണത് വേറെ ലെവലിലൂടെ. നമ്മളൊരു സൈറ്റ് പോകുമ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് സോൾവ് ചെയ്ത് ഫസ്റ്റ് തന്നെ നെഗറ്റീവ് പറഞ്ഞു, പിന്നെ പോസിറ്റീവ് വശത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ പണിയെടുത്ത പണിക്കാരും ഒരു പക്ഷേ ഹാപ്പി ആവും. ഫസ്റ്റ് തന്നെ അല്ലാതെ ഫസ്റ്റ് ഫുള്ള് നല്ലത് പറഞ്ഞ് ലാസ്റ്റിക്ക് നെഗറ്റീവ് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒരാളെ കണ്ട് ഇറക്കി വരുമ്പോൾ എൻഡ് പോയിന്റ് ആവും അയാളെ ഫേസ് നമ്മള് ബാക്കിയുള്ളതിൽ. അതെ, അപ്പൊ എൻഡ് പോയിന്റ് സന്തോഷകരമാക്കാനാണ് നിങ്ങൾ അങ്ങനെ നോക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതുവരെയായിട്ട് നൗഫലിന്റെ കൂടെ കുറെ സെലക്ഷൻസിന് പോയിട്ടുണ്ട്. ഇപ്പൊ ടൈൽ സെലക്ഷൻ ആണെങ്കിലും ബാക്കിയുള്ള മെറ്റീരിയൽ സെലക്ഷൻ ആണെങ്കിലും പോയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ് നൗഫൽ ചെയ്യുന്നത്? അതായത് ഒരു മെറ്റീരിയൽസിന് സെലക്ഷന് പോകുന്നതാണെങ്കിൽ ഓക്കെ ഫസ്റ്റ് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നോക്കണം, ഇത് നോക്കണം, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്? ക്ലൈന്റിനൊരു ധാരണ ഉണ്ടാവും. ഇപ്പം ഇറ്റാലിയൻ ആവും ഉദ്ദേശിക്കുന്നുണ്ടാവുക, ഒരു പക്ഷേ ഇറ്റാലിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിക്സ്ഡ് സെലക്ഷൻസ് ഉണ്ടാവും. നേരെ ടൈൽസ് ആണെങ്കിൽ നമുക്ക് വാസ്റ്റ് സെലക്ഷൻ
ഇറ്റാലിയാകുമ്പോൾ അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്തായാലും ടൈൽസ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഇറ്റാലിയൻ നമ്മൾ മൈൻഡിൽ സെലക്ട് ചെയ്ത ഇറ്റാലിയൻ്റെ ഒരു കളർ സ്കീം അതുപോലെ അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫുൾ നമ്മൾ സെലക്ട് ചെയ്യും. ബ്ലാങ്കായി സെലക്ഷനാണ്, പക്ഷേ ഉള്ളിലുണ്ടാവും ഏത് കളർ ഗ്രേഡ് വരണം. ഒരു ആർക്കിടെക്റ്റിന്റെ ഉള്ളിൽ എന്തായാലും ഒരു കളർ അത് നമ്മൾ 3D ഓൾറെഡി ചെയ്തത് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 3D ജസ്റ്റ് 3D ഉണ്ടാവുള്ളൂ, ഫോം ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പം അതിലെങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ളൂ, പക്ഷെ അതിൽ ടൈല് ഫുൾ ആ കളർ ഗ്രേഡ് എത്തിക്കാന്നാണ്. ഇതിൻ്റെ അടുക്ക് നൗഫൽ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായി, അതായത് ആൾക്കാരൊക്കെ ഇപ്പോൾ എടുക്കുന്നത് എന്ന് പറയുന്നത് മാക്സിമം പൈസ കുറഞ്ഞിട്ട് നോക്കിയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് അതിനെയും കാട്ടി നല്ലത് എന്തെന്ന് പറയുന്നത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതായത് നല്ല സാധനങ്ങൾ അവരെ കൊണ്ട് എടുപ്പിച്ചിട്ട് മാക്സിമം ഡിസ്കൗണ്ട്, ഈവൺ ഇഫ് ആർക്കിടെക്റ്റിൻ്റെ ഒരു 5% ഡിസ്കൗണ്ടും കൊടുത്തിട്ട് നമുക്ക് അവരെ കൊണ്ട് നല്ല സാധനങ്ങൾ എടുപ്പിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് തോന്നുന്നുണ്ട്? അതായത് ഒരു ക്ലയന്റ് അങ്ങനെ എടുക്കുമെന്ന്, അതായത് അത്രയും പൈസ ഉള്ള സാധനങ്ങൾ ക്ലയന്റ് എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? യെസ്, ഡിപ്പെൻസ് ഓൺ ക്ലയൻസ് ആണ്. ക്ലയൻസ് ചില ക്ലയൻസ് ബ്രാൻഡ്സ് ഫോക്കസ് ചെയ്യും. ഫോക്കസ് ബ്രാൻഡ്, ആ ബ്രാൻഡ് വേണം. പക്ഷേ ആ ബ്രാൻഡിന്റെ സെക്കൻഡ് ക്വാളിറ്റി ആഫ്റ്റർ മാർക്കറ്റിൽ അവൈലബിൾ ആവും. പക്ഷേ ക്ലയൻറ്റ് ഒരിക്കലും ആയിട്ടില്ല. നമ്മൾ ഒരിക്കലും പറയില്ല ഇത് ബ്രാൻഡഡ് ആണെന്ന് പറയില്ല, മാത്രമല്ല ഇതിന് ഇത്ര വാറണ്ടി ഉണ്ടെന്ന് ഒരിക്കലും പറയില്ല. ഇതിൽ പറഞ്ഞ കയ്യിൽ ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ അതിന് എന്തായാലും പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷേ ക്ലയൻറ്റ് ആ ജീവിക്കണ ആ വീട്ടിൽ ഒരിക്കലും ആ ഒരു സാറ്റിസ്ഫൈ ആവില്ല. ബ്രാൻഡ്സ് നോക്കുന്ന ക്ലയൻസ് ആണെങ്കിൽ അല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നോക്കുന്നവരാണെങ്കിൽ ഓക്കെയാണ്, അവർക്ക് ടൈലായാലും മതി. ഒരിക്കലും ബഡ്ജറ്റ് ടൈലാണ്ടുള്ള ഒരിക്കലും ഒരു ബ്രാൻഡ്സ് നല്ലതാണ്. അവസാനമായിട്ട് നിങ്ങളെ ബ്രാൻഡ്, അതായത് 3 Shade എന്ന ബ്രാൻഡിനെ നിങ്ങളിനി എങ്ങനെയാണ് ഫ്യൂച്ചറിസ്റ്റിക്കിൽ കാണുന്നത്, അതിനെ വളർത്താൻ നോക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇരിക്കാനുണ്ട്, അതിനെ കുറിച്ചൊന്ന് ഇരുന്ന് സംസാരിക്കാനുണ്ട്. ആണല്ലേ? അത് എന്തായാലും ഇത്രയും സമയം ഒരു 10 minutes നൗഫൽ എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, അറിവ് പകർന്നതിലും വലിയ നന്ദിയുണ്ട്. ഞാൻ ഷുഹൈബിലോട്ടേക്ക് വരാം. ഷുഹൈബ്, അതായത് ഇതേപോലെ തന്നെ നൗഫലിന്റെ ഒരു കാര്യം